ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തലശ്ശേരി അതിരൂപത കുടുംബ കൂട്ടായ്മ ഓഫീസിൽ നിന്നും എല്ലാവർക്കും സ്നേഹാന്വേഷണങ്ങൾ. കുടുംബ കൂട്ടായ്മയുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഏറ്റവും ഭംഗിയായി നമ്മുടെ കുടുംബ കൂട്ടായ്മകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് കരുതുകയാണ്. കുടുംബ കൂട്ടായ്മകളാണ് സഭയുടെ ഏറ്റവും വലിയ ശക്തി. നമ്മുടെ അടിസ്ഥാന കൂട്ടായ്മകളായ ഇത്തരം ഒന്നിച്ചു ചേരലുകൾ സഭയെ എത്രമാത്രം സജീവവും ചലനാത്മകവും ക്രിയാത്മകവുമാക്കുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ. അതുകൊണ്ട് ഒരു കുടുംബ കൂട്ടായ്മ പോലും മുടക്കം വരുത്താതെ എല്ലാ ഇടവകകളിലും ഏറ്റവും ഭംഗിയായി അത് കൊണ്ടുപോകുവാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജൂൺ മാസം നമ്മൾ പ്രത്യേകമായി ചർച്ച ചെയ്യുന്നത് അതിരൂപതയിലെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ ഏറ്റവും ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു സഭയാണ് നമ്മുടേത്. പ്രത്യേകിച്ച് ഈ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് അടിത്തറ പാകിയതും കാലോചിതമായ മാറ്റങ്ങൾ ആവിഷ്കരിച്ചതും കത്തോലിക്ക സഭയാണ്. നമുക്ക് ഈ ഒരു മാസം ഈ വീഡിയോ ശ്രദ്ധാപൂർവ്വം ശ്രവിച്ച് നമ്മുടെ സ്കൂളുകളെ നമുക്ക് എപ്രകാരം സംരക്ഷിക്കാം, പല സ്കൂളുകളിലും കുട്ടികൾ കുറയുന്നതുകൊണ്ട് അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം എപ്രകാരം ഒഴിവാക്കാം, സ്കൂളിൻ്റെ മെയിൻ്റനൻസ് വർക്കിന് എപ്രകാരം ഇടവക സമൂഹം ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം യാതൊരു പൈസ മുടക്കും ഇല്ലാതെ എപ്രകാരം പ്രാപ്യമാക്കാം എന്ന് തുടങ്ങി വിവിധങ്ങളായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധാപൂർവം കേട്ട് അതിൽ ചർച്ച ചെയ്യാനായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഏറ്റവും ഭംഗിയായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് നയിക്കാനുള്ള നടപടികളുമായി മുന്നേറണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജോബിയച്ചൻ. ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ അതിരൂപതയിലെ വിവിധ ഇടവകകളിലുള്ള കുടുംബ യൂണിറ്റ് അംഗങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ ഇരുന്നു കൊണ്ട് സഭയുടെ നാളെയെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കാനും ചർച്ച ചെയ്യാനുമുള്ള ഒരു വലിയ ആഹ്വാനവുമായാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹ തന്റെ തിരുസഭയെ ഏൽപ്പിച്ചത് പ്രധാനമായും 3 വലിയ ദൗത്യങ്ങളാണ്: പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക. ഇതിൽ ഒന്നാമത്തെ ദൗത്യമായ പ്രബോധനം അഥവാ പഠിപ്പിക്കുക എന്നത് സഭയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസം എന്നത് സഭയുടെ ഏറ്റവും മഹത്തായ പ്രവർത്തന മേഖലയായി നാം കാണുന്നതും അറിവിന്റെ വെളിച്ചം പകർന്ന് വരും തലമുറകളെ വിശ്വാസത്തിലും മൂല്യങ്ങളിലും ആഴപ്പെടുത്താൻ സഭ എക്കാലവും പ്രതിജ്ഞാബദ്ധമായിരിക്കുന്നതും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇന്ന് ലോകം മുഴുവൻ ആദരിക്കുന്ന ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും പോലുള്ള മഹാസർവകലാശാലകൾ എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന്? മധ്യകാലഘട്ടത്തിലെ കത്തോലിക്ക പള്ളികളോട് ചേർന്നുള്ള ആശ്രമങ്ങളിൽ നിന്ന്, കത്തീഡ്രൽ സ്കൂളുകളിൽ നിന്നുമാണ് ഈ ആധുനിക സർവകലാശാല സംവിധാനം രൂപപ്പെട്ടത്. യൂറോപ്പിലെ ആദ്യകാല സർവകലാശാലകളിൽ ഏകദേശം 100% സഭയുടെ നേതൃത്വത്തിലാണ് സ്ഥാപിതമായത്. അമേരിക്കയിലെ ആദ്യത്തെ 108 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹാർവാർഡ്, യേൽ, പ്രിൻസ്റ്റൺ ഉൾപ്പെടെയുള്ള 106 എണ്ണവും ക്രൈസ്തവ സഭകൾ ആരംഭിച്ചതാണ്. ഇനി ശാസ്ത്രത്തിലേക്ക് നോക്കൂ. പലരും വിചാരിക്കുന്നത് ശാസ്ത്രവും സഭയും 2 ധ്രുവങ്ങളിലാണെന്നാണ്. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ 16 to 17 നൂറ്റാണ്ടുകളിലെ ശാസ്ത്ര വിപ്ലവത്തിന്റെ തുടക്കക്കാരിൽ 90% പേരും ആഴമായ ദൈവവിശ്വാസികളായിരുന്നു. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന ബിഗ് ബാങ് തിയറി ആദ്യമായി ഗണിതശാസ്ത്രപരമായി സമർത്ഥിച്ചത് ജോർജ് ലെമൈറ്റർ എന്ന കത്തോലിക്ക വൈദികനാണ്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായ ഗ്രെഗർ മെൻഡൽ ഒരു അഗസ്റ്റീനിയൻ കത്തോലിക്ക സന്യാസിയായിരുന്നു. ബ്ലേസ് പാസ്കൽ, മൈക്കൽ ഫാരഡെ, ലൂയി പാസ്റ്റർ തുടങ്ങിയ ശാസ്ത്ര പ്രതിഭകളെല്ലാം തങ്ങളുടെ ശാസ്ത്രീയ കണ്ടെത്തലുകളെ ദൈവവിശ്വാസവുമായി ചേർത്ത് വെച്ചവരാണ്. ചരിത്രത്തിലെ നോബൽ ജേതാക്കളിൽ 60% മുതൽ 70%-ലധികം പേർ ക്രൈസ്തവ പശ്ചാത്തലമുള്ളവരാണ് എന്നത് ഇതിന്റെ വ്യക്തമായ സ്ഥിതിവിവര കണക്കാണ്. ഇന്ത്യയിലേക്ക് മിഷണറിമാർ ഈ അറിവിന്റെ വെളിച്ചവുമായി എത്തിയപ്പോൾ അവർ നേരിട്ടത് വലിയൊരു ജാതി മതിലിനെയായിരുന്നു. അക്ഷരം കേൾക്കുന്നത് പോലും കുറ്റകരമായിരുന്ന ഒരു സമൂഹത്തിൽ വില്യം കേരിയെ പോലുള്ള മിഷണറിമാർ പ്രാദേശിക ഭാഷകളിൽ നിഘണ്ടുക്കളും വ്യാകരണ പുസ്തകങ്ങളും തയ്യാറാക്കി അച്ചടിയിലൂടെ ഭാഷയെ ജനാധിപത്യവൽക്കരിച്ചു. 1818 സെറാംപൂർ കോളേജും തുടർന്ന് സ്കോട്ടിഷ് ചർച്ച് കോളേജും സെന്റ് സേവിയേഴ്സും സ്ഥാപിതമായി.
സ്ത്രീകളെ വീടിന്റെ ഇരുട്ടറകളിൽ നിന്ന് മോചിപ്പിക്കാൻ ലക്നൌവിലെ ഇസബെല്ല തോബേൻ കോളേജ് പോലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് അവർ വലിയൊരു സാമൂഹിക വിപ്ലവം സൃഷ്ടിച്ചു. സാക്ഷരതയിൽ പ്രാദേശികമായി 80% വരെ വർധനവാണ് മിഷണറി പ്രവർത്തനങ്ങൾ വഴി ഉണ്ടായത്. ഈ ആഗോള വീക്ഷണത്തിന്റെ ഏറ്റവും കൃത്യമായ പ്രതിഫലനമാണ് നമ്മുടെ കേരള മോഡൽ വിദ്യാഭ്യാസം. CMS LMS മിഷണറിമാർ 1817 കോട്ടയത്ത് CMS കോളേജ് സ്ഥാപിച്ച് ഇതിന് ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി. കേരളത്തിൽ ഒരു സർക്കാർ നിലവിൽ വരുന്നതിനും എത്രയോ പതിറ്റാണ്ട് മുൻപ് തന്നെ മലയാളികളെ അക്ഷരം പഠിപ്പിച്ചത് നമ്മുടെ സഭയാണ്. അതിനുശേഷമാണ് 1864 വിശുദ്ധ ചാവര കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ചരിത്രപരമായ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. ഇതൊരു വിപ്ലവമായിരുന്നു. ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ ഉന്നത ജാതിക്കാർക്കൊപ്പം ഒന്നിച്ചിരുത്തി പഠിപ്പിച്ചതും ദാരിദ്ര്യം കൊണ്ട് ഒരു കുട്ടിയുടെയും പഠനം മുടങ്ങരുത് എന്ന് കരുതി അദ്ദേഹം ആരംഭിച്ച ഉച്ചക്കഞ്ഞി പദ്ധതിയും കേവലം ചാരിറ്റിയല്ല, മറിച്ച് ജാതി വ്യവസ്ഥയെ തകർത്ത അതിഗംഭീരമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. തെക്കൻ കേരളത്തിൽ ഈ വിപ്ലവം നടന്നപ്പോൾ മലബാർ പ്രദേശം വിദ്യാഭ്യാസപരമായി പതിറ്റാണ്ടുകൾ പിന്നിലായിരുന്നു. ബാസൽ മിഷന്റെയും ഹെർമൻ ഗുണ്ടറ്റിന്റെയും പ്രവർത്തനങ്ങളിലൂടെ അറിവിന്റെ വിത്പാകിയെങ്കിലും മലബാറിന്റെ വിദ്യാഭ്യാസ ഭൂപടം ശരിക്കും മാറ്റിയെഴുതിയത് 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് അങ്ങോട്ടേക്ക് നടന്ന വലിയൊരു കത്തോലിക്ക കർഷക കുടിയേറ്റമാണ്. മലേറിയയോടും വന്യമൃഗങ്ങളോടും പൊരുതി ജീവിച്ച ആ പാവപ്പെട്ട കർഷകർ ദീർഘദർശിയായ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളി പിതാവിന്റെയും മറ്റു വൈദികരുടെയും നേതൃത്വത്തിൽ പള്ളിമണിയോടൊപ്പം പള്ളിക്കൂടമണികളും മുഴക്കി. അവർക്ക് വലിയ സമ്പത്തുണ്ടായിട്ടല്ല സ്കൂളുകൾ പണിതത്. ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് ഓരോ വീട്ടിലും മാറ്റിവെച്ച പിടിയേരി എന്ന മൈക്രോ ഫൈനാൻസിംഗ് ആശയത്തിലൂടെയാണ് അവർ വിദ്യാലയങ്ങൾ പടുത്തുയർത്തിയത്. ആ പിടിയേരി വിപ്ലവത്തിലൂടെ 100-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ നിർമ്മിച്ചു. പേരാവൂർ, ചെമ്പേരി, പുൽപ്പള്ളി തുടങ്ങിയ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഹൈസ്കൂളുകളും തുടർന്ന് സെന്റ് പയസ് 10th, നിർമ്മലഗിരി, മേരി മാത തുടങ്ങിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും വിമല ജ്യോതി പോലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളും നഴ്സിംഗ് കോളേജുകളും ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമെല്ലാം സ്ഥാപിതമായി. ഇതിലൂടെ ലക്ഷക്കണക്കിന് നാനാജാതി മതസ്ഥരുടെ കുടുംബങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ 10,000-ങ്ങളാണ് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന നിലകളിൽ ചേക്കേറിയിരിക്കുന്നത്. നമ്മുടെ അതിരൂപത പകർന്ന വിദ്യാഭ്യാസ ശുശ്രൂഷ വഴി അറിവും ഐശ്വര്യവും കുടുംബങ്ങളിൽ എത്തിച്ചേർന്നു. ഇതിൽ സഭാമക്കളായ നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മുന്നിൽ പുതിയ വെല്ലുവിളികളും പ്രതിസന്ധികളും ഉയരുകയാണ്. മുൻപ് കെട്ടിടങ്ങളുടെ കുറവായിരുന്നെങ്കിൽ ഇന്നത് കുട്ടികളുടെ എണ്ണത്തിലുള്ള കുറവാണ്. കേരളത്തിൽ വിശിഷ്യ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ജനന നിരക്കിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. കുടുംബങ്ങൾ ജോലിക്കും പഠനത്തിനുമായി കൂട്ടത്തോടെ വിദേശങ്ങളിലേക്ക് കുടിയേറുന്നതും ഈ പ്രശ്നത്തെ കൂടുതൽ ത്വരിതപ്പെടുത്തുന്നു. കുട്ടികളുടെ എണ്ണം കുറയുമ്പോൾ ഏറ്റവും ഗൗരവമായി ബാധിക്കുന്നത് നമ്മുടെ എയ്ഡഡ് സ്കൂളുകളെയാണ്. അവിടെയുള്ള നമ്മുടെ അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. നമുക്കറിയാം, കത്തോലിക്കരായ നമുക്ക് സർക്കാർ ജോലിയിൽ സംവരണങ്ങളില്ല. എന്നാൽ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനം വഴി മാന്യമായ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനും കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും നമ്മുടെ യുവതലമുറയ്ക്ക് സാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ സമുദായത്തിന്റെ കെട്ടുറപ്പിനും സുസ്ഥിതിക്കും ഈ സ്ഥാപനങ്ങളും അധ്യാപക അനധ്യാപക ജോലികളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ജോലി സംരക്ഷണം ഇന്ന് നമുക്ക് മുന്നിലുള്ള വലിയൊരു വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ വർഷം നാം സമുദായ ശാക്തീകരണ വർഷമായി ആചരിക്കുന്നത്. നമ്മുടെ സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ടത് ഓരോ സഭാംഗത്തിന്റെയും കൂട്ടായ കടമയാണ്. സമുദായ ശാക്തീകരണം എന്നത് കേവലം എണ്ണത്തിലുള്ള വർധനവല്ല, മറിച്ച് നമ്മുടെ സ്ഥാപനങ്ങളെ നിലനിർത്താൻ നാം കാണിക്കുന്ന ഐക്യമാണ്. ഇതിനായി നിങ്ങളുടെ കുടുംബ യൂണിറ്റ് ചർച്ചകളിൽ ഗൗരവമായി എടുക്കേണ്ട 5 കാര്യങ്ങൾ ഞാൻ നിർദ്ദേശിക്കുന്നു. അഭിമാനത്തോടെ സ്കൂളുകളെ സംരക്ഷിക്കാം. നമ്മുടെ മുൻഗാമികൾ വിയർപ്പൊഴുക്കി പണിത ഈ സ്ഥാപനങ്ങൾ നമ്മുടെ സ്വത്വത്തിന്റെ ഭാഗമാണ്. നമ്മുടെ മക്കളെ നമ്മുടെ തന്നെ വിദ്യാലയങ്ങളിൽ അയച്ച് പഠിപ്പിക്കാൻ മാതാപിതാക്കൾ താല്പര്യം കാണിക്കണം. ഇത് നമ്മുടെ അധ്യാപകരുടെ ജോലി സുരക്ഷിതമാക്കുകയും സമുദായത്തെ ശക്തമാക്കുകയും ചെയ്യും. നമ്മുടെ കുട്ടികളെ നമ്മുടെ സ്കൂളുകളിൽ തന്നെ പഠിപ്പിക്കുന്നത് സമുദായത്തോടുള്ള വലിയൊരു സേവനമാണ്. സാമൂഹിക സ്വാധീന ശക്തി, സോഷ്യൽ ഇൻഫ്ലുവൻസ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ സാമൂഹിക സ്വാധീന ശക്തി. സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് മിടുക്കരായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിലൂടെ മാത്രമേ സഭയ്ക്ക് അതിന്റെ പ്രസക്തി നിലനിർത്താൻ സാധിക്കൂ. നമ്മുടെ സ്കൂളുകൾ ഇല്ലാതായാൽ അത് സമൂഹത്തിൽ നമുക്കുള്ള ശബ്ദവും സ്വാധീനവും നഷ്ടപ്പെടുത്തും. ഇതൊരു സുവിശേഷ വേലയാണ്. വിദ്യ പകരുക എന്നത് കേവലം ഒരു സേവനമല്ല, അത് ക്രിസ്തു നമ്മെ ഏൽപ്പിച്ച പകരം വയ്ക്കാനാകാത്ത പ്രബോധന ദൗത്യമാണ്. വരും തലമുറയ്ക്ക് മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകുക വഴി നാം സഭയുടെ ദൗത്യം തന്നെയാണ് പൂർത്തിയാക്കുന്നത്. തൊഴിൽ സുരക്ഷ. സമുദായത്തിലെ മിടുക്കരായ യുവതി യുവാക്കൾക്ക് മാന്യമായ ജോലിയും സേവനത്തിനുള്ള അവസരവും നൽകാൻ ഈ സ്ഥാപനങ്ങൾ സഹായിക്കുന്നു. ഇത് നമ്മുടെ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നു. കൂട്ടായ ഉത്തരവാദിത്തം. കുട്ടികളുടെ എണ്ണം കുറയുന്നത് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ മക്കളെ സ്വന്തം സ്കൂളുകളിൽ അയക്കാൻ നാം മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കണം.
നമ്മുടെ സ്കൂളുകൾ പുലർത്തുന്ന മികവ് നമുക്ക് അനുഭവവേദ്യമാണല്ലോ. വിഷയങ്ങളിലുള്ള അറിവ്, നല്ല സ്വഭാവ രൂപീകരണം, വിവിധ ഭാഷാ പ്രാവീണ്യം, സഹവർത്തിത്വം, കലാകായിക മേഖലകളിലെ നിരവധി അവസരങ്ങൾ, ഉയർന്ന യോഗ്യതയുള്ള അധ്യാപകരുടെ സേവനം, സുരക്ഷിതത്വം, വിശുദ്ധിയിലും മൂല്യങ്ങളിലും വളരാനുള്ള സാഹചര്യം എന്നിവ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പെടുന്ന എയ്ഡഡ് സ്കൂളുകളുടെ പ്രത്യേകതകളാണ്. മാറുന്ന ലോക സാഹചര്യത്തിൽ ഉന്നത പഠനത്തിനും വിദേശ തൊഴിൽ സാധ്യതകൾക്കും ഇംഗ്ലീഷ് ഭാഷയിലുള്ള നൈപുണ്യവും ആത്മവിശ്വാസവും അത്യന്താപേക്ഷിതമാണ്. ഇത് മുൻനിർത്തി തലശ്ശേരി അതിരൂപതയിലെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഒരു ധീരമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോർപ്പറേറ്റ് സ്കൂളുകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഈ വർഷം മുതൽ അവയെ ഘട്ടം ഘട്ടമായി എയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളായി മാറ്റുന്ന വിവരം ഏറെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സാധാരണയായി വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം നമ്മുടെ കോർപ്പറേറ്റ് സ്കൂളുകളിൽ യാതൊരുവിധ ഫീസും ഇല്ലാതെ തികച്ചും സൗജന്യമായാണ് നൽകുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും ഇത് പ്രാപ്യമാക്കുന്നതിലൂടെ വലിയൊരു സാമൂഹിക നീതിയാണ് സഭ നടപ്പിലാക്കുന്നത്. ആധുനിക കാലത്തെ സാങ്കേതിക വിദ്യകൾ AI ഉൾപ്പെടെ കൂടി ഉൾപ്പെടുത്തി നമ്മുടെ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കണം. കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഒരുക്കുന്ന ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാ മാതാപിതാക്കളും മുന്നോട്ട് വരണം. ഇത്തരം നൂതന പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമ്മുടെ സമുദായത്തെ ശക്തീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ സമുദായത്തിലെ യുവജനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ സാധ്യതകൾ കണ്ടെത്തുകയും നമ്മുടെ സ്ഥാപനങ്ങളുടെ ഭരണത്തിലും വളർച്ചയിലും പങ്കാളികളാവുകയും വേണം. ഈ സമുദായ വർഷത്തിൽ സ്കൂളുകളുള്ള ഇടവകകൾ കൂടുതൽ ജാഗ്രത പുലർത്തുകയും വിദ്യാലയങ്ങളുടെ സംരക്ഷണവും കാലോചിതമായ നവീകരണവും ഉറപ്പാക്കുകയും ചെയ്യണം. നമ്മുടെ സമുദായത്തിന്റെ നട്ടെല്ലാണ് നമ്മുടെ വിദ്യാലയങ്ങൾ. ഈ സമുദായ ശാക്തീകരണ വർഷത്തിൽ നമ്മുടെ സ്ഥാപനങ്ങളെ നെഞ്ചോട് ചേർത്തു പിടിക്കുമെന്നും നമ്മുടെ അധ്യാപകരുടെ തൊഴിൽ സുരക്ഷയ്ക്കായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നും നമുക്ക് ഉറപ്പു നൽകാം. നമ്മുടെ മക്കളെ നമ്മുടെ തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ ചേർക്കുന്നതിലൂടെ മികച്ച തലമുറയെ വാർത്തെടുക്കാനും നമ്മുടെ തൊഴിൽ മേഖലകൾ സംരക്ഷിക്കാനും നമുക്ക് സാധിക്കും. പള്ളിമണിയോടൊപ്പം മുഴങ്ങിയ പള്ളിക്കൂട മണികൾ ഇനിയും തലമുറകളോളം മുഴങ്ങട്ടെ. ഇന്ന് ലോകം മുഴുവൻ ഒരു സ്മാർട്ട് ഫോണിലേക്ക് ചുരുങ്ങിയിരിക്കുന്ന +2 കഴിയുമ്പോൾ തന്നെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്ന ഈ ന്യൂ നോർമൽ കാലത്ത് 21ാം നൂറ്റാണ്ടിലെ നമ്മുടെ പള്ളിക്കൂടങ്ങൾ എന്തായിരിക്കണം? അത് വെറും ഇഷ്ടികയും സിമന്റും കൊണ്ടുള്ള കെട്ടിടങ്ങൾ മാത്രമല്ല, അതിരുകളില്ലാത്ത പുതിയ ആശയങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും വലിയൊരു നെറ്റ്വർക്കായി മാറാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ ചർച്ചയ്ക്കായി വിടുന്നു. ഈശോ മിശിഹ നമ്മളിലൂടെ തുടരുന്ന ഈ പ്രബോധന ദൗത്യത്തെ ദൈവത്തിരുമുമ്പിൽ സമർപ്പിക്കാം. നമ്മുടെ സ്ഥാപനങ്ങളെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും അധ്യാപകരെയും എല്ലാ മാതാപിതാക്കളെയും സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയുടെയും ഐക്യത്തിന്റെയും അറിവിന്റെയും വെളിച്ചം വരും തലമുറകൾക്കായി പകർന്നു നൽകാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. അറിവിന്റെ ഉടയവനായ ദൈവം നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ ശുശ്രൂഷകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇനി നിങ്ങളുടെ കുടുംബ യൂണിറ്റുകളിൽ ഈ വിഷയത്തെക്കുറിച്ച് സജീവമായ ചർച്ചകൾ ആരംഭിക്കുമല്ലോ. നന്ദി. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.